എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് ചാലക്കുടിക്കാരെ വിശേഷങ്ങൾ? നമ്മുടെ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ നിങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയോ? ഹൈ, ഒരു 10 ദിവസം മുന്നേ നമ്മൾ പേപ്പറിൽ കണ്ടില്ലേ? അവിടെ വൺ വേ ആക്കും, ഗുഹാമുഖത്ത് വൺ വേ ആക്കും, നോർത്ത് ബസ് സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ, അങ്ങനത്തെയുള്ള സംഭവങ്ങൾ എന്തായി? അതിൻ്റെ ഒരു ഇടപെടൽ എന്തായി? അല്ല, ഞാൻ ചോദിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭരണാധിപന്മാർ നമുക്ക് നൽകിയത് ചാലക്കുടി ബഡായി ആണോ എന്നൊരു സംശയം തോന്നിയുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ എവിടെയെങ്കിലും വൺ വേ സമ്പ്രദായം അങ്ങനെ എന്തെങ്കിലും കണ്ടോ? നമ്മളൊരു സാധനം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന്, അതായത് ഒരു കൗൺസിൽ കാലയളവിൽ എടുക്കുന്ന തീരുമാനം അടുത്ത കൗൺസിൽ കാലയളവുകൾക്കുള്ളിൽ എല്ലാം പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന്, പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? അത് ചെയ്യുമ്പോഴാണല്ലോ 60 വർഷത്തെയും 70 വർഷത്തെയും 40 വർഷത്തെയും ഒക്കെയുള്ള ആ അനുഭവ സമ്പത്ത്, ഞങ്ങൾ ജനങ്ങളെ സേവിച്ച് 50 വർഷം 40 വർഷം കഴിഞ്ഞതിൻ്റെ ആ ഏറ്റവും വലിയ മാതൃക ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചു. അതിലേതെങ്കിലും ഒന്ന് നടപ്പിലാക്കിയോ എന്ന് ഒരു വിചിന്തനത്തിന് വേണ്ടി ചാലക്കുടിയുടെ ജനതയ്ക്ക് വേണ്ടി വെക്കുകയാണ്. ഈ ചാലക്കുടി ബഡായി എന്ന് പറയുന്ന ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഭരണാധിപന്മാർ. ചാലക്കുടി ബഡായി, അപ്പോൾ അതിൽ പെടുന്ന സംഭവമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ഒരു പട്ടണത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും സാധിക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോഴാണല്ലോ അതിനെ പരിഷ്കാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പരിഷ്കാരം എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ സൗത്ത് ജംഗ്ഷനിൽ ആ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡ്, ആ നിർമ്മല സ്റ്റോഴ്സിൻ്റെ മുന്നിലൂടെയുള്ള സർവീസ് റോഡ്, KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും തെക്കോട്ടേക്ക് പോകുമ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വന്ന് തിരിയുന്ന ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് വരുന്ന റോഡ് കയറി വരുന്ന ഭാഗം, ഇതെല്ലാം കൂടിയുള്ള ആ ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് ആക്സിഡൻറ്റുകൾ നടക്കുന്നതാണ്. കാരണം അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരെ സംബന്ധിച്ചുള്ള വാഹനം ഓടിച്ചു വരുന്നവർക്ക് ഒരു പരിഭ്രാന്തി ജനിപ്പിക്കുന്ന രീതിയിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പിടിപെടുക, എവിടെ നിന്ന് വരേണ്ടി വരാൻ, എങ്ങനെയാണ് ഒരു നിയന്ത്രണം, ഇവിടെ റൗണ്ട് അബൌട്ടുകൾ കൊണ്ടുവരാം. പക്ഷെ ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഹൈവേയിൽ ബസ്സുകൾ നിർത്തുന്നത് അവസാനിപ്പിക്കുന്നു പറഞ്ഞു. ഇത് ബസ്സുകൾ നിർത്താനല്ലേ? ഈ ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ചാലക്കുടിയെ ആശ്രയിക്കുന്ന ആളുകൾ ഈ രാത്രി സമയങ്ങളിൽ സർവീസ് റോഡിലും അതുപോലെ തന്നെ ഈ ബസ്സുകൾ മുഴുവൻ നിർത്തുന്നത് ഹൈവേയിലാണ്. ഇതൊക്കെ ആരാണ് ഇടപെടേണ്ടത്? ആരാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴാണല്ലേ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ചാലക്കുടി ബഡായി പറഞ്ഞിട്ട് പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക? ഞാൻ വിശ്വസിക്കില്ല. അത് ചാലക്കുടി ബഡായി തന്നെ. നമ്മുടെ പ്രിയപ്പെട്ട ഗുഹാമുഖത്തേക്ക് പോകാനുള്ള വഴിയാണ് നിങ്ങൾ കാണുന്നത്. ട്രാംവേ ജംഗ്ഷൻ മുതൽ അടിപ്പാതയിലേക്കുള്ള വഴിയിലാണ് ഈ സ്ഥിതി. ഇതുപോലെ അപ്പുറത്തെ വഴിയുണ്ട്, അതായത് നമ്മുടെ മാളയിൽ നിന്ന് കയറി വന്ന വഴി, ITയുടെ അവിടെ നിന്ന് കയറി വന്ന വഴി. ഇതുപോലെ രണ്ട് ഭാഗത്തും സിവിൽ സ്റ്റേഷൻ റോഡിലും അതുപോലെ തന്നെ പോട്ട ആശ്രമ ജംഗ്ഷനിൽ നിന്ന് വരുന്ന അവിടെയും ഒക്കെ ബ്ലോക്കാണ്. ഇത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം കാണുന്ന ഒരു ആചാരാനുഷ്ഠാന കലയാണെങ്കിൽ ഇപ്പോൾ ഇത് കാണുന്നത് എല്ലാ ദിവസവും 10 മണി 11 മണി 4 മണി 5 മണി സമയങ്ങളൊക്കെ ഈ പരിപാടി കാണുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? നമ്മൾ ഈ ചാലക്കുടി ബഡായി പറഞ്ഞ് ഇരിക്കാനുള്ളതാണോ? ചാലക്കുടി ബഡായി ചിലപ്പോൾ ഈ ചാലക്കുടിയിലെ ഭരണാധികാരികൾക്ക് ഒരു ഭൂഷണമായിരിക്കാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുദിനം കഷ്ടപ്പെടുകയാണ് ഈ ഗുഹാമുഖം. ഇത് സൃഷ്ടിച്ച ഭരണാധിപന്മാർക്ക് വേണ്ടി ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ എഞ്ചിനീയർമാരെയും ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇടപെടൽ നമ്മളെ സേവിക്കുന്ന അല്ലെങ്കിൽ ചാലക്കുടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധിപന്മാർക്ക് ചെയ്യാലോ? ന്യായമായൊരു ചോദ്യമല്ലേ? നമ്മളൊരു 10 കാര്യം പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാനിത് പറയാൻ കാരണം ഇന്ന് കൗൺസിലുണ്ട്. കഴിഞ്ഞ കൗൺസിൽ മുതൽ ഈ കൗൺസിൽ കാലയളവ് വരെയുള്ള ഘട്ടത്തിൻ്റെ ഇടയിൽ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും ഒന്ന് പാലിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഈ 50 വർഷത്തെയും 40 വർഷത്തെയും ഭരണപരിചയം അത് വ്യക്തമാക്കേണ്ടതും അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് നിങ്ങൾ തെളിയിക്കേണ്ടത് ഇത്തരം മേഖലകളാണ്. അല്ലാണ്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്ന പത്രമാധ്യമങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നിട്ട് ഒരു കാര്യമില്ല. വിമർശനങ്ങൾ മെമ്മെ തൊടുന്ന രീതിയിൽ പറഞ്ഞാലാണ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കൂ. അത് പറയുന്ന ആളുകളെ ഇപ്പം അങ്ങോട്ട് ഒലത്തിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാവുന്ന കാര്യമല്ല. അങ്ങനെ ഒലത്തിക്കളയാന്ന് വിചാരിച്ച ചില കസേര മനുഷ്യന്മാർ ചാലക്കുടിയിലുണ്ട്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാഴ്ച ഏതാണെന്നറിയോ? ഇത് നമ്മുടെ ട്രാംവേ ജംഗ്ഷനിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ട്രാംവേ ജംഗ്ഷൻ, അതായത് അടിപ്പാതയിലേക്കുള്ള വഴി തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത്രയേറെ തിരക്കുകളുള്ള, ഇത്രയേറെ വാഹനങ്ങൾ വരുന്ന മറ്റൊരു ജംഗ്ഷൻ ഈ ചാലക്കുടിയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൻ്റെ തന്നെ വിവിധ ഇതുപോലെയുള്ള നാൽക്കവലകൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്ത് ചാലക്കുടി ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്? എത്ര പ്രാവശ്യം ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു? ഈ റൗണ്ട് അബൌട്ടിന് ഇവിടെ സംവിധാനം കൊണ്ടുവരുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാങ്ഷൻ കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ നടപ്പിലാക്കാനും ചെയ്യാനും അതിനൊരു ദീർഘവീക്ഷണം വേണം. അതിന് ഇടപെടാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇച്ഛാശക്തി കൂടി വേണം. മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾ വരുന്നു, AC കാറിൽ പോകുന്നു, നല്ല സുഖം, നല്ല ശീതീകരിച്ച കാറ്, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ വരുന്നു, ഞങ്ങളുടെ വികസനം ഞങ്ങൾ നടപ്പിലാക്കുന്നു. ഇത് ജനങ്ങളെ കൊല്ലിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട് വീഴുന്ന ആൾക്കാർ പതുക്കെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് എനിക്ക് 2 തെറി പറഞ്ഞു പോകും. മനസ്സിലായി? തെറിയൊക്കെ അവിടെ ആരില്ലല്ലോ, അവിടെയുള്ള അടുത്തുള്ള വണ്ടിക്കാർ കേൾക്കും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫോളോവർ കാണിച്ചെന്നാ
അവിടെ 4 വശത്തു നിന്ന് വാഹനങ്ങൾ വരണം. എന്താ ചെയ്യേണ്ടതെന്ന് പിടിപാടില്ലെന്ന്. യാത്രക്കാരുടെ മുഖത്ത്, അതായത് അവിടെ വരുന്ന വാഹനം ഓടിക്കുന്ന ആളുകളുടെ മുഖത്തെ ഭാവങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 9 ഭാവങ്ങളായിരിക്കില്ല, നവരസങ്ങളായിരിക്കില്ല, അതിൽ കൂടുതൽ രസങ്ങൾ കാണിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടില്ല. അതായത് ഈ ആശ്ചര്യം എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ഒരു 10ഓളം 10ഓളം ഭാവങ്ങൾ കാണാൻ സാധിക്കുന്നു. ആളുകൾ അവിടെ വന്നിട്ട് എങ്ങോട്ട് പോകണം, അടിപ്പാത ഗുഹാമുഖത്തിന്റെ അവിടേക്ക് പോകണോ അതല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകണം, എന്താ ആകപ്പാടെ കൂടി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് കാറിന്റെ മുന്നിൽ വന്ന് കയറിയേക്കണ ഒരു സംഭവം നമ്മുടെ ഫോളോവർ അയച്ച് എടുത്ത്, എന്തേ ഇവിടെ റൗണ്ട് അബൌട്ട് കൊണ്ടുവരാനായിട്ട് ഇത്ര പേർക്ക് സമയം വേണോ, ഇത്ര പേർക്ക് സമയം വേണോ? ഇതൊക്കെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് കാണിക്കുന്നത്. ആ ഇച്ഛാശക്തി കാണിക്കൂ. അല്ലാതെ ഇത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ മെക്കെട്ട് കയറാൻ നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത സംഭവം ഇതെവിടെയെന്നറിയോ? നമ്മുടെ സുന്ദരിക്കവല മുതൽ പോട്ട ആശ്രമ ജംഗ്ഷൻ വരെ സർവീസ് റോഡിന് വീതി കൂട്ടണം എന്ന് പറഞ്ഞ് ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. അതിങ്ങനെ കിടന്ന് അവസാനം അത് നടപ്പിലാക്കി. ഇപ്പം നടപ്പിലാക്കിയപ്പോൾ എന്ത് പറ്റി? നമ്മുടെ അടിപ്പാത വന്നു കഴിഞ്ഞപ്പോൾ ഗുഹാമുഖം സൃഷ്ടിക്കപ്പെട്ടില്ലേ? അതുപോലെ തന്നെയാണ്. നിങ്ങൾ ആ റോഡൊന്ന് ശ്രദ്ധിക്കുക. സുന്ദരിക്കവലയിൽ നിന്ന് പോട്ട ജംഗ്ഷനിൽ നിന്ന് സുന്ദരിക്കവല കൂടി കയറിയിട്ട് വരുമ്പോൾ ഈ റോഡിന്റെ കിഴക്ക് വശം ഒരു തോട് പോലെ കിടക്കണം. ഞാനിത് പറയുന്നത് മഴക്കാലം വരാൻ പോവാണ്. ഇപ്പം തന്നെ അവിടെ അപകടങ്ങളുണ്ട്. ഇതൊക്കെ വരുത്തി വെച്ചത് ചില ഭരണാധികാരികളുടെ പിടിപ്പ് കേടും അവരുടെ വാശിയും ഹുങ്കും കാരണം കൊണ്ട്. അവൻ പറഞ്ഞതല്ലേ എന്നാൽ അങ്ങനെ നടപ്പിലാക്കണ്ട. ഈ റോഡ് പണിയാൻ ടാറിടാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അത്യാവശ്യം വാർഡുകളിൽ പണിയെടുക്കുന്ന ചില കൗൺസിലർമാർ, അതായത് നമ്മുടെ വത്സൻ ചമ്പക്കരയെ പോലുള്ള കൗൺസിലർമാർ അന്നൊരു കാര്യം പറഞ്ഞു. ഇത് ടാർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് സർവീസ് റോഡുകൾ ടാർ ചെയ്യുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട്, ഇത്രയും രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, അത് അവരുടെ മാനദണ്ഡം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൗൺസിലർ അന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓൾറെഡി പടിഞ്ഞാറ് വശത്ത് പഴയ ടാർ ചെയ്ത റോഡുണ്ട്, കിഴക്ക് വശത്തുനിന്ന് നിങ്ങൾ ടാർ ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ എവിടം വരെ തീരുന്നോ അത്രയും രീതിയിൽ നിങ്ങൾ ടാർ ചെയ്തിടുക, ബാക്കി വശത്ത് പഴയ റോഡിൻ്റെ ടാർ കിടക്കണ്ടല്ലോ, ടാറിട്ട റോഡ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം, ഈ തിണ്ട് രൂപപ്പെടില്ല. അത് അവിടെ ഇട്ട് ആ തീരുമാനത്തെ വലിപ്പിച്ച് ഇപ്പം എന്ത് പറ്റുമെന്നറിയോ? ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുന്നത് പോട്ട ആശ്രമ ജംഗ്ഷനിൽ നിന്ന് കയറുന്ന ആളുകൾ ഈ തിണ്ടിൽ വീണ്, 2 വീലേഴ്സ് പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് ഉത്തരവാദി ഇവിടുത്തെ ഈ ഭരണാധികാരികൾ തന്നെ. ഇത്രയും കാശ് ചെലവഴിച്ച് പണിത് റോഡാണ്. നിങ്ങൾ അതിൽ കൂടെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ ഇവരൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുമോ? ഇതിന്റെ അവിടെ പല ആളുകളും വീഴും, അവരെഴുന്നേറ്റ് പോരും, അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന 3 സ്പോട്ടുകളിലും ആരാണ് ഇടപെടേണ്ടത്? നമ്മൾ ഈ ചാലക്കുടി ബടായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പുതിയൊരു സംസ്കാരമാണ് ചാലക്കുടി ബടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുക്കാണ്ട് എഴുതി അങ്ങോട്ട് കൂട്ടും ഒരു 10-16 കാര്യങ്ങൾ. എന്നിട്ട് വെറുതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ബടായികൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ചാലക്കുടി ബടായികൾ. ഇപ്പം ഈ 3 സ്ഥലത്തെ സംഭവങ്ങളും ഇടപെടേണ്ടത് ആരാണ്? എന്തോരം ശവപ്പെട്ടി വികസന മാതൃകകൾ ചാലക്കുടി കിടക്കണമെന്നറിയോ? നിങ്ങൾ അതെന്തെങ്കിലും ചെയ്യേണ്ട. ആളുകൾക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഗതാഗത മാർഗങ്ങളിൽ നിങ്ങൾ ചതിക്കുഴികൾ ഒരുക്കരുത്. അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. എത്ര 40 വർഷത്തെ 50 വർഷത്തെ ആൾക്കാരായാലും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ അങ്ങോട്ട് കേസ് കൊടുത്ത് ഇപ്പോഴാണ്ട് ഒലത്താം എന്ന് പറയുന്ന ആൾക്കാരോടില്ലേ, ഞാൻ വേറെ ചില കാണിച്ചു തരാം. എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ടീസുകൾ വരും. വക്കീൽ നോട്ടീസുകൾ, കേസ്, അപമാനപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫമേഷൻ കേസുകൾ. ഇപ്പം നമ്മളിത് നേരിട്ട് തന്നെ പോണേ. 1 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന്, 1 കോടി രൂപ മാനനഷ്ടത്തിന് എനിക്കെതിരെ സിറോ മലബാർ സഭ കൊടുത്ത ഒരു സംഭവമാണത്. മനസ്സിലായിണ്ട? നമ്മൾ ഉരുകിയൊന്നും പോയില്ല, അതിനെ നേരിടേണ്ട പോലെ നേരിട്ടു. ഇതുപോലെ പല സംഭവങ്ങളും. അപ്പോൾ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട്, ഞാനതൊരു ചാലക്കുടി ബടായി ആയിട്ടേ കാണുള്ളൂ. ഞാൻ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നീക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കസേര മനുഷ്യനായിരുന്നാലും തപാലമ്മയായിരുന്നാലും ആരായിരുന്നാലും. മനസ്സിലായിണ്ടോ? ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ബടായി പറയുന്നത് നിർത്താം. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. ഭരണപക്ഷത്തെ തിരുത്താനുള്ള ആളുകളാണല്ലോ പ്രതിപക്ഷത്തിരിക്കേണ്ട ആളുകൾ. പ്രതിപക്ഷത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആധികാരികന്മാരാണെന്ന്, പ്രവർത്തന പരിചയം ഒക്കെ ഉള്ള സംഭവം. എന്തേ ചാലക്കുടി അനുഭവിക്കുന്ന ഇത്രയും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെടൽ നടത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല? പ്രതിപക്ഷത്തിന്റെ കൂടെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടായി, അതാണ് സംഭവം. അല്ലെങ്കിൽ ഇവർ ജനങ്ങളെ സംഘടിപ്പിക്കും. ഇവരെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമില്ല എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ കഴിഞ്ഞ കൗൺസിൽ മുതൽ ഈ കൗൺസിൽ വരെയുള്ള കാലയളവിനുള്ളിൽ കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം അതല്ല. വെറുതെ ഓരോ ഭരണാധികാരികളുടെയും വാശിയും ഹുങ്കും കാണിക്കാനുള്ളതല്ല നമ്മുടെ തീരുമാനങ്ങൾ. ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് ഇവിടുത്തെ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെ പറ്റിയൊക്കെ കൂടിയാലോചന നടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്. എന്നാൽ ആ കമ്മിറ്റി വിളിക്കുന്നതിനേക്കാളും മുന്നേ വേറൊരു സംഗതി വിളിക്കും. ചാലക്കുടിയിലെ മർച്ചന്റിന്റെ ആളുകൾ, അതുപോലെ തന്നെ വിവിധ യൂണിയനിൽപ്പെട്ട ആളുകൾ, പ്രതിപക്ഷം, ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും കൊണ്ടൊരു യോഗം വിളിക്കും. ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളാണ് ഭരണാധികാരികൾ റെഗുലേഷൻ കമ്മിറ്റിയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഈ സാധനം വിളിക്കണമെന്നൊന്നുമില്ല, പക്ഷേ രീതി അനുസരിച്ച് അത് വിളിക്കും. ഈ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിളിച്ച ആ യോഗത്തെ ചൊല്ലി തന്നെ ഭരണപക്ഷത്ത് തന്നെ ഭിന്നതയുണ്ടെന്ന്. അപ്പോൾ ഇതെന്താ സംഭവം?
ജനങ്ങളെ പറ്റിച്ചു. ഞാൻ ചാലക്കുടിയിലെ ഈ മർച്ചന്റ് അസോസിയേഷനുള്ളവരോടും അതുപോലെ തന്നെ ബസ് തൊഴിലാളി യൂണിയൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്ക് ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ പറയുന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണതിനെ പറ്റിയുള്ള കാര്യങ്ങൾ? എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും ഇതിൽ ഇടപെടാനും വ്യക്തമായ രീതിയിൽ ഇടപെടാനുള്ള ആളുകളാണ് പ്രതിപക്ഷം. പക്ഷെ പ്രതിപക്ഷവും ഇങ്ങനെ തന്നെ ഓരോ കൗൺസിലുകൾ കടന്നു പോകുന്നു. ആ കൗൺസിലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലും ബഹളം വെക്കാനല്ലാണ്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ പ്രതിപക്ഷവും മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പട്ടണം വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഇതുപോലെ ചതിക്കുഴികൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭരണകൂടങ്ങളുള്ള മറ്റൊരു പട്ടണം കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. ബാക്കി നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ സ്പോട്ടുകളിലെങ്കിലും എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അത് കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക് ഗതാഗതക്കുരുക്ക് പോവും, ജനങ്ങൾ അപകടത്തിൽപ്പെടും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.